ഓക്കെ. കാലിഗ്രാഫി തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, ഈ ലൈൻസൊക്കെ. ഓക്കെ, ഇതിലെ തിക്കും തിന്നും ലൈൻസാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാലിഗ്രാഫി പേന എടുക്കാം. ഇതാണ് ഒരു കാലിഗ്രാഫി പേന. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നിബ് നോക്കുമ്പോൾ അറിയാം, സാധാ പേന പോലെയല്ല, ചെറുതായിട്ട് ചരിച്ച് കെട്ടിയിട്ടുണ്ടാകും. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഈ പേനയെന്ന് പറഞ്ഞാൽ ഞാനിത് ക്യാമലിൻ്റെ ഒരു പേനയാണ്. അതിനകത്ത് ഞാൻ നിബ് മാറ്റിയിട്ടതാണ്. നിബ് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ആ നിബ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തതേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഇത് പാർക്കറിൻ്റെ പേനയാണ് കാലിഗ്രാഫി. ഓക്കെ, ഇതിൻ്റെ നിബ് പൊതുവെ ചെറുതായിരിക്കും. ഇതാണ് പാർക്കറിൻ്റെ പേന. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇങ്ക് പാർക്കറിൻ്റെ ഇങ്കാണ്. ഈ പാർക്കറിൻ്റെ ബ്ലാക്ക് ഇങ്കാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഒരു മഷി നിറയും. ഇതുപോലെ ഇരിക്കും. ഇതിനകത്ത് എടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് വരയ്ക്കാൻ പോകുന്നത്. പറഞ്ഞില്ലേ, അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. ആ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഗൈഡ് ലൈൻ കൊടുത്ത് തന്നെ ചെയ്യണം. വെറുതെ അങ്ങ് വരയ്ക്കരുത്, ഒരു ഗൈഡ് ലൈൻ കൊടുക്കണം. ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അപ്പോൾ ഇങ്ക് ഉണങ്ങാതിരിക്കാൻ എപ്പോഴും ഉപയോഗിച്ച ശേഷം നമ്മൾ അടച്ചു വയ്ക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. പിന്നെ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ ഗൈഡ് ലൈൻ കൊടുക്കണം. ഗൈഡ് ലൈൻ കൊടുത്തതിന് ശേഷം ഇതുപോലെ, അപ്പോൾ ഇത് വരച്ചു തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ തിക്കാൻ തിന്ന്. ഓക്കെ, ഇതുപോലെ പേന പിടിക്കുന്നു, ഇങ്ങനെ വരും. സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാണുന്നത് അതുപോലെ പ്രാക്ടീസ് ചെയ്യും. എങ്കിൽ മാത്രമേ കൈ നന്നായിട്ട് വഴങ്ങത്തുള്ളൂ, എങ്കിലേ നമുക്ക് ലെറ്റർ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിവിടെ വന്നിട്ട് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് തിൻ ലൈൻസ് ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് പറയാം തിൻ ലൈൻസ്. അപ്പോൾ ഇത് നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്യും. ഇത് ദിക്കാറ്റ് പിടിച്ച് ഇത് ഇങ്ങനെ പിടിക്കണമെങ്കിൽ കുറച്ച് തിന്നായിരിക്കണ്ട. പേന ഇങ്ങനെ പിടിക്കുമ്പോൾ കുറച്ച് തിന്നായിരിക്കും. അപ്പോൾ ഇതിൽ കാണുന്ന ഈ എക്സസൈസ് എല്ലാം ഫസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന ലെറ്റർ ഈ ലെറ്റർ ഇതാണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള ലെറ്റർ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേറെ ലെറ്റേഴ്സും പ്രാക്ടീസ് ചെയ്യാം. ഞാൻ വേറെ ലെറ്റർ തരാം, അത് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് ഈ വർക്കാണ്. ഇതാണ് നമ്മൾ അസൈൻമെൻ്റ് ആയിട്ട് വയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഈ പേനയുടെ ഒരു അളവുണ്ട്. ഓക്കെ, ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ പേനയുടെ അളവാണ്. ഈ ഒരു പേനയ്ക്ക് തിക്നെസ് നോക്കുക, 1, 2, 3, 4. ഓക്കെ, അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ചെയ്യേണ്ട തിക്നെസ് 0.8 ആണ്. ഞാൻ അപ്പോൾ നിങ്ങളെ ഇരിക്കുന്ന പേന ഏതാണോ അത് ഇതുപോലെ തിക്നെസ് വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാനത് വരയ്ക്കാം. അപ്പോൾ ആദ്യം ഗൈഡ് ലൈൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ലൈൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എടുത്തതറിയാം, പോയിന്റ് പേന വെച്ച് കണ്ടുപിടിച്ചായിരുന്നു നേരത്തെ. 1, 2, 3, 4. ഓക്കെ, 4 ആണ് വേണ്ടത്. ഓക്കെ, ഇതിങ്ങനെ വായിച്ചിട്ട് ശേഷം ഈ ഉണ്ട് ഇവിടെ വരുമ്പോൾ തിൻ. ഓക്കെ, പിന്നെ ബി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന്. ഓക്കെ, പിന്നെ സി,
ഡി. ഇത് ഒറ്റ ഇതിലല്ലേ എഴുതുന്നത്, 1 2 സ്ട്രോക്ക് ആയിട്ട് എഴുതുന്നത്. ഇ. ഓക്കെ, ഇവിടെ ഒന്ന് കറക്കണമെങ്കിൽ ഒന്നുകൂടെ ഇങ്ങനെ കൊടുത്തത്. അടുത്ത ഇ. ഇത് എഫ്. ഓക്കെ, തുടക്കത്തിലുള്ളവർക്ക് പറ്റുന്നത് ഇത് ഒറ്റ ഇതിൽ എഴുതുന്ന ശ്രമിക്കും, അപ്പോഴാണ് തെറ്റിപ്പോകുന്നത്. ഇത് ഞാൻ 2 പ്രാവശ്യമൊക്കെ എഴുതും, ഒറ്റ ലൈനല്ല പോകണം. എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി എസ് എഴുതുമ്പോൾ എല്ലാവർക്കും പറ്റുന്നത് ഇതുപോലെ എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ. ഓക്കെ, വീണ്ടും എടുക്കുക, ഇവിടെ വന്നിട്ട് ഇങ്ങനെ. ഓക്കെ, പിന്നെ ഈ പേന ഇങ്ങനെ പിടിക്കേണ്ട, അപ്പോൾ തിൻ ലൈൻ കിട്ടും. ഓക്കെ, അടുത്ത് ടി. യു. വി. ഡബ്ല്യു. Right.